ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. എല്ലാ പണികളും കഴിഞ്ഞു. 4:30 ഓട്ടോറിക്ഷ വരും. അപ്പോൾ അതിൽ കയറി പോകാൻ വേണ്ടി ഇതാ പുറപ്പെട്ടു. ഈ ചുരിദാറൊക്കെയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും പുറപ്പെട്ടു. ഇനി മിനിക്കുട്ടനും പുറപ്പെട്ടു. എല്ലാവരും പുറപ്പെട്ടു കേട്ടോ. ഓക്കെ. ഇവിടെ ലഗേജ് സാധനങ്ങൾ എല്ലാം റെഡിയാക്കി. ഇനി ഓട്ടോറിക്ഷ വന്നാൽ ഞങ്ങളെല്ലാം കയറ്റും. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ഓക്കെ ഗായ്സ്, ഞങ്ങള് കുഴപ്പമില്ല. പക്ഷെ ടൗണിലേക്കാണ് കുറച്ചുകൂടി. അപ്പോൾ ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. അതായത് ഇറങ്ങുന്ന എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയായി കിട്ടിയത്. ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 11ാമത്തെ കോച്ച്. 11ാമത്തേലാണ് B4 കോച്ച് വരുന്നത്. ഹലോ, ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക. 5:45 അങ്ങനെ എന്തോ ആണ് ട്രെയിൻ വരിക. ഞങ്ങൾ നേരത്തെ എത്തി ഇവിടെ ഇരുന്ന്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിനിക്കുട്ടനും മോനേട്ടനും എന്താ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ കസാരയിലിരിക്കും. അതല്ല പറയുന്നത്, നമ്മളന്ന് ഹൈദരാബാദ് പോകുമ്പോൾ ഷൊർണൂർ ടച്ച് ചെയ്യാണ്ടല്ലേ പോയത്. അതാ പറയുന്നത്. അപ്പം അങ്ങനെ ആവശ്യമില്ല എന്ന് പറയാം. ഷൊർണൂർ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അതാണ് പറയുന്നത്, ഷൊർണൂർക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരുപാട് നേരം നിർത്തിയിട്ടിട്ട് ട്രെയിൻ നല്ലോണം ലേറ്റായിട്ടോ 2 മണിക്കൂറോളം ലേറ്റായിട്ടാണുള്ളത്. ഇങ്ങനെ പിടിച്ചിട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ എത്താൻ ലേറ്റ് ആവുമെന്ന് അറിയില്ല. ഇന്നലെ രാത്രി സ്പീഡ് പോയിട്ടുണ്ടായിരുന്നു വണ്ടി. പിന്നെ കംപ്ലീറ്റ് നിർത്തി. മിനിക്കുട്ടൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മോനോട്ടനോട് ഇങ്ങനെ അതാ സൈഡ് ലോവറാണ് ഞാൻ പറഞ്ഞെടുത്തതാണ്. സൈഡ് ലോവർ അങ്ങനെ കാല് നീട്ടിയിരിക്കാമല്ലോ. അപ്പം ഞങ്ങൾ രണ്ടാളും സൈഡ് ലോവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പല്ലേപ്പും ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. മിനിക്കുട്ടൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മിനിക്കുട്ടനെ തണുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും കിടക്കുകയൊക്കെയാണ്. അപ്പം അങ്ങോട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. ഒന്നും കാണാനില്ല. ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇനി രാവിലെ ചായ കഴിക്കണം. ദിവസം രാവിലെ 5:30 എഴുന്നേറ്റ് ശീലമായതുകൊണ്ട് ഇപ്പോൾ ട്രെയിനിൽ നമുക്ക് 5:30 ശേഷം കിടക്കാൻ പറ്റുന്നില്ല. ഒരുപാട് തുരങ്കങ്ങൾക്കിടയിലൂടെയുള്ളൊരു യാത്രയാണ്. 5, 10, 15 മിനിറ്റൊക്കെ ചില തുരങ്കങ്ങളുണ്ട്. ചെറുതാണ്. ഇതാണ് ഏറ്റവും വലിയൊരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ കൊങ്കൺ ആ ഒരു ഇതിലാണ് പോകുന്നത്. വണ്ടി വളരെ ലൈറ്റാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ടൈറ്റാണ് വണ്ടി. AC ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളെ നല്ലവണ്ണം കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണിപ്പോൾ ഏറ്റവും വലിയ തുരങ്കത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടില്ല എത്ര നേരമായി എന്ന് പറയാം. ഞങ്ങൾ ഈ തുരങ്കത്തിനുള്ളിൽ കയറിയിട്ട് കുറേ നേരമായി. നല്ല ഇരുട്ടാണ്. ഇപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിറച്ചും ഇരുട്ടായിട്ടാണ് കാണുന്നത്. ഫോൺ വെച്ച് പോലെ കണ്ടോ. കഴിഞ്ഞു കേട്ടോ. തുരങ്കം കഴിഞ്ഞു. ഏകദേശം 55 മിനിറ്റ് 1 മിനിറ്റ് 55 ഒരു മിനിറ്റോളം നമ്മൾ ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പം അതിനു മുമ്പേ തുരങ്കമായിരുന്നു കേട്ടോ. കുറേ നേരമായി ഇതെല്ലാം ഇവിടെ പിടിച്ചിട്ടിട്ട്. അറിയോ എത്ര നേരമായി എന്നറിയാം. 2.5 മണിക്കൂർ വണ്ടി ലേറ്റാണ്. ഈ വണ്ടി പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിടിച്ചിട്ടത്. ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഇവിടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. 1 മണിക്കൂറാണ് ഗായ്സ് ഇവിടെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുത്തു കേട്ടോ. പുറത്ത് നല്ല ചൂടാണ്. നല്ല ചൂടുണ്ട്. എല്ലാവരും ട്രാക്കിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പം പതുക്കെ ഞങ്ങളുടെ വണ്ടി മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എവിടെയാണ് പിടിച്ചിടുക എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. കാരണം ഉള്ളിൽ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതില്ല. അത്രയും ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. അടുത്ത സ്റ്റോപ്പ് രത്നഗിരി.
ഇനി രത്നഗിരി എത്താനായി. അടുത്ത സ്റ്റേഷൻ രത്നഗിരിയാണ്. അവിടെ എത്തുകയാണ്. അടുത്ത സ്റ്റേഷൻ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് നേരമായി പിടിച്ചിടുന്നു. ഇനി അവിടെ അപ്പോൾ കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. പിന്നെ നല്ല യാത്രയാണ് കേട്ടോ. എനിക്ക് ചെറുതായിട്ട് ജലദോഷം ഓൾറെഡി ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടെ കൂടി. ഇനി ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കട്ടെ കേട്ടോ. ഓക്കെ. അല്ലാത്തൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഇവിടെ ഏട്ടൻ്റെ മോളില്ലേ, ഒരു ദേവി എന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ കുറേ പടത്തിൽ അഭിനയിച്ചു. ഇപ്പം പിന്നെ ഒരു ദേവി എന്നല്ലേ, ദേവിക. ഇത് തങ്ങീന്ന് എടുക്കുമ്പോ ഏരിയ എടുക്കും. ഇത് തങ്ങീന്ന് എടുക്കുമ്പോ ഏരിയ എടുക്കും. അങ്ങനെ ഞങ്ങൾ ആഗ്രയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആഗ്രയിൽ എത്തുമ്പം എനിക്ക് ചിലപ്പോൾ സ്റ്റേഷനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആഗ്ര സ്റ്റേഷനിലേക്ക് ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങും. കാരണം ഒരുപാട് ആളുണ്ട്. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുത്ത് കളിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ, നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ 2 ദിവസത്തെ യാത്ര എന്ന് പറയാം. അതായത് ഞങ്ങൾ 30-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം കയറിയതാണ് ട്രെയിനിൽ. വെള്ളി കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ട്രെയിൻ യാത്ര. ഒരു വിരസത ഒന്നുമില്ല കേട്ടോ. ട്രെയിനിൽ എല്ലാവരുമായിട്ട് കമ്പനിയായി. ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് കമ്പനിയായി. ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കലും കൊണ്ടുവന്ന ഫുഡ് കഴിക്കലും അങ്ങനെ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ആഗ്രയിലേക്ക് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ബസ്സിൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൗണ്ട് കുറവായിരിക്കും, എൻ്റെ അടുത്ത് മൈക്കൊന്നുമില്ല, ഞാൻ വായ കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. റൂം ഇതൊക്കെയാണ്, നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഫുൾ സെറ്റപ്പാണ്. പക്ഷേ ഞാനിപ്പോൾ അവിടെ വലിച്ചിട്ടതാണ്, ഞങ്ങൾ വന്നപാടായതുകൊണ്ട് എല്ലാം നല്ലൊരു അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഒന്നാമത്തെ പാർട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത പാർട്ട്. അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുറമേയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആഗ്ര കോട്ടേൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഞങ്ങൾ കടക്കുന്നത്. ഒരു പ്രാവശ്യം കണ്ടതാണ് ഞങ്ങൾ ആഗ്ര കോട്ട. അപ്പോൾ ഈ ആഗ്ര കോട്ടയിൽ നിന്ന് ഷാജഹാനെ തടവിലിട്ട അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ എന്ത് കാണാൻ പറ്റും, താജ്മഹൽ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഒരു പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കണ്ടതായിരുന്നു. ഞങ്ങൾ ഡൽഹിയാണ് കാണാത്തത്. അപ്പോൾ ഡൽഹി കാണാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കൂടെ വന്നത് കേട്ടോ. പിന്നെ അമർ ട്രാവൽസിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഞങ്ങൾ അമർ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ പൈസയൊക്കെ വളരെ കുറവുമാണ്. നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു ചാർജേ അവരുള്ളൂ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ ആഗ്ര കോട്ട കഴിഞ്ഞ് താജ്മഹലിലേക്കാണ്. താജ്മഹലിനടുത്തുള്ള കാഴ്ചകളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വലിയ ആളായിട്ടൊക്കെ ഒന്ന് നടന്ന് നോക്കിയതാണ്. താജ്മഹൽ നല്ല ഭംഗിയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറേ ഫോട്ടോസ് ഉണ്ട്, എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ല. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാൻ. താജ്മഹൽ കാണാൻ തന്നെ ഭംഗിയാണല്ലോ. പിന്നെ ഇത് അതിൻ്റെ ഒരു ഭാഗം തന്നെ. ഇതും അത് തന്നെ നമ്മുടെ ആഗ്ര കോട്ടേൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പം പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും തന്നെ. അപ്പം ഇതിൽ ഞാൻ ചിലപ്പോൾ ചില ഭാഗങ്ങൾ എടുത്ത ഭാഗങ്ങൾ തന്നെയൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. കാരണം പല സ്ഥലത്തായിരുന്നു ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ പല ഭാഗത്ത് ചിലപ്പോൾ ഉള്ളത് തന്നെ പിന്നെയും വന്നിട്ടുണ്ടാവാം. ഫോട്ടോ എഡിറ്റ് ചെയ്തതിലൊക്കെ വളരെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് മാത്രമേ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. കുറേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് ക്ഷമിച്ച് അടിപൊളിയാക്കി കാണണം കേട്ടോ. എല്ലാവരും ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് തന്നെയാണ് കാര്യമായിട്ട് കാണിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിനെക്കാട്ടും ഫോട്ടോസാണ് കൂടുതലായിട്ട് കാണിച്ചു തന്നത്. ഇത് ചെങ്കോട്ടേൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. അതെ, ഇത് ചെങ്കോട്ടയാണ് കേട്ടോ. ചെങ്കോട്ട
പല ഓരോ ദിവസത്തെ അങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിപ്പോയി. ഇത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൻ്റെ അവിടെ പോയതാണ്. പിന്നെ ഇത് രാജ്ഘട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഇന്ദിരാഗാന്ധിയുടെ ശക്തിസ്ഥല്. പിന്നെ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ വീർഭൂമി, ഈ സ്മൃതി കുടീരങ്ങളിലെ അത്രയും കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് മുഴുവൻ കണ്ടു. ഗാന്ധിജീൻ്റെ അവിടെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് വെറുതെ ഒന്ന് നടന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നടക്കാനാണ് കൂടുതൽ, ഒരുപാട് നടന്നു കേട്ടോ. എൻ്റെ വെയിറ്റ് തന്നെ കുറേ കുറഞ്ഞു യാത്ര പോയി വന്നപ്പോഴേക്ക്. കാരണം അത്രയും നമുക്ക് നടക്കാനുണ്ടാവും, ഒരുപാട് നടക്കാനുണ്ടാവും. എല്ലാ സ്ഥലത്തേക്കൊന്നും വാഹനം പോവില്ലല്ലോ. അപ്പോൾ വാഹനം നിർത്തി കഴിഞ്ഞാൽ ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ നടക്കണം. അപ്പോൾ ഞാൻ മോനിട്ടറോടെ നടക്കുന്നത് മിനിക്കുട്ടാൻ എന്ത് ചെയ്തതാ ഒന്ന് വീഡിയോ പകർത്തിയതാണ് കേട്ടോ. ഓരോ രസം. പിന്നെ ഇന്ത്യ ഗേറ്റ് വൈകുന്നേരമാണ് പോയത്. എല്ലാം ഇന്ത്യ ഗേറ്റ് ആയാലും അക്ഷർധാം ആയാലും ചില സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദനീയമല്ല. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏക്കറ കണക്കിന് സ്ഥലത്താണ് ഇങ്ങനെ ഓരോന്നും നിലകൊള്ളുന്ന. 300, 500, 100, 200 ഏക്കറയിലാണ് ഓരോന്നും നിലകൊള്ളുന്നത്. ഇത് ഇന്ത്യ ഗേറ്റ്. അവിടുന്ന് കണ്ടോ രാത്രി സമയത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര പോവാണ്. അക്ഷർധാം ടെമ്പിളിലേക്കാണ് ഉള്ള യാത്രയാണ് കേട്ടോ. അക്ഷർധാം ടെമ്പിളിലേക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കല്ല, അവിടെ നമ്മൾ ഫോട്ടോ പറ്റില്ല. ഇത് കുത്തബ് മീനാറിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. കുത്തബ് മീനാർ നല്ല രസമായിട്ട്, എനിക്ക് മോനെ ഏറ്റവും ഇഷ്ടമായത് അക്ഷർധാം ടെമ്പിളും കുത്തബ് മീനാറാണ്. അക്ഷർധാം ടെമ്പിളിൻ്റെ ഉള്ളിൽ എത്രയോ രത്നങ്ങളും അതുമൊക്കെ പതിപ്പിച്ചതായതുകൊണ്ട് ഒരു എന്താ പറയുക, നമ്മളൊരു എയർപോർട്ടിലെ ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഭയങ്കര ചെക്കിംഗ് ആണ് അവിടെ. നമ്മളെ ഉള്ളോട്ട് ഫോണോ ഭക്ഷണമോ ബാഗോ ഒന്നും കയറ്റില്ല കേട്ടോ. കൈ ഫ്രീ ആയിട്ടൊരു മണി പേഴ്സ് മാത്രം എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ കുത്തബ് മീനാറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഞാനും മോനും കൂടെ, മോഹനേട്ടൻ എന്ത് ചെയ്തു അവിടെ ഇരുന്നു കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും മോനും കൂടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു കേട്ടോ. ഇത് നമ്മുടെ റെഡ് ഫോർട്ടാണ്. ഇത് ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തതിൽ ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയ ഫാമിലീസൊക്കെ ഒരുമിച്ചെടുത്തത്. ഇത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോഴുള്ള ഡ്രസ്സും, ഇത് രാജീവ് ഗാന്ധി. ഇത് രണ്ടും കണ്ടിട്ട് എനിക്ക് വല്ലാതെ വിഷമമായിട്ടോ. രാജീവ് ഗാന്ധിൻ്റെ ഷൂസൊക്കെ കണ്ടിട്ട് വിനു ആകെ അപ്സെറ്റായിട്ട് വല്ലാത്ത വിഷമമായിപ്പോയി. ഇതൊക്കെ ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്തതാണ്. ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ കാഴ്ചകൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടി. ഇത് റെഡ് ഫോർട്ടിൻ്റെ ഭാഗങ്ങൾ. ഞങ്ങളിപ്പോൾ കാര്യമായിട്ട് പോയത് ആഗ്രായിൽ ആഗ്ര കോട്ട, ഡൽഹി, പിന്നെ ആഗ്ര കോട്ടയും താജ്മഹലും, പിന്നെ ഡൽഹിയിലാണ് കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ പോയത്. ഇത് ഞങ്ങളുടെ മടക്ക യാത്രയാണ് കേട്ടോ. ഈ യാത്ര ഇത്രയും സന്തോഷിപ്പിച്ചത് ഈ വിനീഷേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗൈഡാണ്, അമറിൻ്റെ ഗൈഡാണ്. പിന്നെ അവിടെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തന്ന രാജേഷ്, ജിജോ ഗൈഡ്, സുനിൽ ഭായ് ഗൈഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള പാട്ടും കളിയൊക്കെ ആയിട്ട് ഞങ്ങളെ കലാശക്കൊട്ടായിരുന്നു കേട്ടോ. അടിപൊളി യാത്രയായിരുന്നു. ഈ ഗൈഡ് വിനീഷേട്ടൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, എല്ലാം ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ യാത്ര ഇത്രയും അടിപൊളിയാക്കി തന്ന വിനീഷേട്ടനൊരു താങ്ക് യു പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരികയാണ്. എല്ലാ കാഴ്ച കണ്ട് തിരിച്ച് വരികയാണ്. അവിടെ നിന്ന് 5-ാം തീയതി രാവിലെ ട്രെയിൻ കയറി 7-ാം തീയതി ആകുമ്പം രാവിലെ ഞങ്ങൾ വീട്ടിലെത്തി. യാത്ര അടിപൊളി എല്ലാം ആയിരുന്നു. ഇനി ഇങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അമർ ട്രാവൽസിൻ്റെ കൂടെയാണ് ഞങ്ങൾക്ക് യാത്ര പോകണമെന്ന് ഞങ്ങൾ പിന്നെയും ചിന്തിക്കേണ്ടത്. എന്തായാലും ഈ വർഷം ഒരു യാത്രയൊന്നുമില്ല. അടുത്ത വർഷം പോവുകയാണെങ്കിൽ അമറിൻ്റെ കൂടെ പോകണമെന്നായി വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ടീമാണ് കേട്ടോ. ഞങ്ങൾ 10-12 പേരുണ്ടായിരുന്നു AC-യിൽ. അപ്പോൾ ഞങ്ങളൊരു കുടുംബം പോലെ കുറച്ച് ദിവസം അടിച്ച് പൊളിച്ച് കഴിഞ്ഞു. അത് മനസ്സിൽ മായാതെ നിൽക്കുന്ന കാഴ്ചകളായിരുന്നു. കാഴ്ചകൾ കാണുന്നതിനെക്കാട്ടി ഇങ്ങനെ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം നല്ല രസമായിരുന്നു, എന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ